ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ദൃശ്യം 3 എന്ന് പറയുന്ന മൂവിയുടെ റിവ്യൂ ആണ്. എന്നെ സംബന്ധിച്ച് ഒരൊറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട വർത്ത് ആയിട്ടുള്ള ഒരു സിനിമയായിട്ടാണ് ഫീൽ ചെയ്തത്. ഞാൻ ഇന്നലെ രാവിലെ 8:30യുടെ ഷോ കണ്ട ഒരാളാണ്. ഇന്ന് ഞാൻ ഈ ഒരു റിവ്യൂ ചെയ്യുന്നത് ഏകദേശം 7:15 അടുക്കുകയാണ്. പക്ഷേ ഈ സമയം അത്രയും ആ ഒരു സിനിമ എൻ്റെ ഉള്ളിനകത്ത് ഹോൾഡ് ചെയ്യുന്നുണ്ട്. ജോർജ് കുട്ടി എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ എൻ്റെ ഉള്ളീന്ന് ഇല്ലാണ്ടായിട്ടില്ല. ഇത്രയും മണിക്കൂറുകൾ കഴിഞ്ഞിട്ട് പോലും നമ്മളിപ്പോഴും ആ സിനിമേനകത്ത് കുടുങ്ങി കിടക്കുന്നുണ്ടെങ്കിൽ അതൊരു വർത്ത് ആയിട്ടുള്ള സിനിമയാണ്. ഞാൻ അങ്ങനെയാണ് സിനിമേനെ വിലയിരുത്തേണ്ടത്. നമ്മള് സിനിമ കഴിഞ്ഞിട്ടാണെങ്കിൽ ആ ഒരു സിനിമയില് എന്തെങ്കിലുമൊക്കെ നമ്മള് ഹോൾഡ് ചെയ്യണം. ഇത് ജോർജ് കുട്ടി നമ്മുടെ ഉള്ളിനകത്ത് ഇങ്ങനെ കിടക്കും. എന്നെ സംബന്ധിച്ച് ഇതിന്റെ ഫസ്റ്റ് ഹാഫ് വളരെ സ്ലോ ബേസ് പോകുന്നൊരു മൂവിയാണ്. പക്ഷേ നമുക്കൊരിക്കലും ഇത് ബോറടിക്കത്തില്ല. 2:30 മണിക്കൂറുണ്ട്. ഈ ഫസ്റ്റ് ഹാഫിനകത്താണ് ഈ കഥയുടെ ഒരു അടിത്തറ ഇവര് പാകിയിടുന്നത്. അത് അങ്ങനെ തന്നെ എടുക്കണം. ഇതിനൊരു നേച്ചറുണ്ട്. നമ്മള് ഫസ്റ്റ് ഹാഫ് എടുക്കുകയാണെ ഫസ്റ്റ് ഹാഫ് അല്ല, ഈ ദൃശ്യം 1ന്റെ ഫസ്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കില് ജോർജ് കുട്ടി എന്ന് പറഞ്ഞ വ്യക്തി എന്താ പറയാ, അത്രയും ചേർത്ത് പിടിക്കുന്ന ഒരു ഫാമിലി, സന്തോഷത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാള്. അയാളുടെ ജീവിതത്തിലോട്ട് അപ്രതീക്ഷിതമായിട്ടൊരു കാര്യം ഉണ്ടാവുന്നു. അതിനെ തരണം ചെയ്യാൻ അയാൾ നടത്തുന്ന ഒരു യാത്രയാണ് പിന്നീട് നമ്മൾ കണ്ടത്. രണ്ടാമത്തേലോട്ട് വന്നപ്പോ ആ കേസ് ഇനിയും തങ്ങളുടെ മേലോട്ട് വരാം എന്ന് വിചാരിച്ച് അയാള് സ്വയം വരുന്നതിന് മുൻപ് തന്നെ എടുക്കുന്ന പ്രിക്കോഷൻസ് ആണ് സെക്കൻഡിൽ നമ്മൾ കാണുന്നത്. തേർഡിലോട്ട് എത്തുമ്പോൾ ജോർജ് കുട്ടി എന്ന് പറഞ്ഞ മനുഷ്യൻ ഇത്ര വർഷം കൊണ്ടിട്ട് ആ ഒരു തെറ്റിനകത്ത് പശ്ചാത്തപിക്കുന്നുണ്ട്. അയാൾ എപ്പോഴും ടെൻസ്ഡ് ആണ്. ഒരു കാര്യം നമ്മൾ തെറ്റ് ചെയ്തതിന് ശേഷം അതിങ്ങനെ പിടിക്കപ്പെടുമോ എന്നുള്ള പേടി, അല്ലെങ്കിൽ തൻ്റെ ഫാമിലി അതിനകത്ത് ഇരയാകുമോ എന്നുള്ള പേടി എല്ലാം ഇങ്ങനെ മനസ്സിലിട്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളും അയാളുടെ ലൈഫിനകത്തുണ്ട്. അയാൾക്ക് പല കാര്യത്തിനകത്തും പെട്ടെന്ന് ഓർമ്മക്കുറവുകൾ വരുന്നുണ്ട്. ഇതിനകത്തൊരു സീനുണ്ട് കേട്ടോ, മോഹൻലാല് ലാലേട്ടൻ ഇങ്ങനെ വാ കൊപ്പിളിക്കുന്ന അല്ലെങ്കിൽ വാ കഴുകിയിട്ട് തുപ്പുന്ന ഒരു സീനുണ്ട്. ആ സീൻ തിയേറ്ററിൽ ജസ്റ്റ് ഒരു ചിരിയാണ് വളർത്തുന്നതെങ്കിലും നമ്മളൊന്ന് ചിന്തിച്ചു പോകും. കാരണം അയാള് പല കാര്യങ്ങളും മറന്നു പോയി തുടങ്ങി. അതായത് അത്രയും ആഹ് ഈ ഒരു സാധനം അയാളുടെ ഉള്ളിൽ കിടക്കുന്നോണ്ടായിരിക്കാം മേ ബി സ്വിച്ചൊക്കെ ഓഫ് ചെയ്ത് പോണം. എല്ലാരും കൂടി ഫുഡ് കഴിക്കണ സമയത്ത് സ്വിച്ചൊക്കെ ഓഫ് ചെയ്ത് പോകുമ്പോ ഉറപ്പായിട്ടും നമ്മളിങ്ങനെ ഇത് ആ മനുഷ്യന്റെ ആ ഒരു ഫീലിങ്സ് ഉണ്ടല്ലോ, അയാൾ അനുഭവിക്കുന്ന കടന്നു പോകുന്ന ആ ഒരു എന്തോ മാനസികാവസ്ഥ ശരിക്കും ആ തിയേറ്ററിലിരിക്കുന്ന ഓരോ മനുഷ്യനിലോട്ടും എത്തിക്കാനായിട്ട് ലാലേട്ടന് കഴിഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും അവരുടേതായിട്ടുള്ള റോളുകള് നല്ല വെടിപ്പായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. എനിക്ക് ആകെ ഇഷ്ടപ്പെടാഞ്ഞത് ആഹ് എന്താ പറയാ, ആ ഒരു ലേഡിയുടെ പേര് ഞാൻ മറന്നു കേട്ടോ. നമ്മുടെ ഇതിനകത്തൊരു മീഡിയ പ്രവർത്തകയായിട്ട് വരുന്ന പെൺകുട്ടിയുണ്ട്. അതിന്റെ ക്യാരക്ടർ മാത്രം എനിക്ക് അത്ര അങ്ങട് വർക്കായില്ല. അതല്ലാണ്ട് പഴയ സിനിമയിൽ അല്ലെങ്കിൽ ദൃശ്യം 1ലും 2ലും കണ്ടു വളർന്നിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെയാണ് ഇതിലോട്ടും വരുന്നത്. പുതിയൊരു ആൾക്കാരെ കൊണ്ടുവന്ന് അവർക്കൊരു കഥ കൊടുക്കാണ്ട് ആ പഴയ ആൾക്കാരെ വെച്ച് തന്നെ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ജിത്തു ജോസഫ് പല ഇന്റർവ്യൂസിലും പറയുന്നൊരു കാര്യമുണ്ട്. ഇത് നിങ്ങള് പ്രതീക്ഷിക്കുന്ന പോലെ ഫസ്റ്റോ സെക്കൻഡിന്റെയോ ഒരു ഇതായിരിക്കത്തില്ല. മറിച്ച് ജോർജ് കുട്ടി എന്ന് പറഞ്ഞ മനുഷ്യന്റെ ഇമോഷൻസ് ആയിരിക്കും ഇതിനെ കൂടുതൽ ഉണ്ടാവുക എന്നുള്ളത്. ശരിക്കും അത് തന്നെയാണ്. ജോർജ് കുട്ടി അനുഭവിക്കുന്ന മാനസിക വിഷമങ്ങൾ തന്നെയാണ്, അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ തന്നെയാണ് ഈ സിനിമയിലോട്ട് പോകുന്നത്. മറ്റ് 2 സിനിമകളിലും ആൾക്കറിയായിരുന്നു എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണമെന്ന്. പക്ഷേ തേർഡിലോട്ട് എത്തുമ്പോൾ എവിടെന്നോ ഒരു പണി വരുന്നുണ്ടെന്ന് പുള്ളിക്ക് മനസ്സിലായി എന്നല്ലാണ്ട് ഇതെവിടെ നിന്നാണ്, കൂടെ നിൽക്കുന്നതിൽ ആരൊക്കെയാണ് ശത്രുക്കള്, തനിക്ക് തെറ്റുകൾ പറ്റിയിട്ടുണ്ടെന്നും ജോർജ് കുട്ടി ഒരു പക്കാ ക്രിമിനൽ ആയിട്ടുള്ള ഒരാളല്ല. അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ ഫുള്ള് എന്താ പറയാ, തെറ്റുകുറ്റങ്ങളില്ലാതെ ചെയ്യുന്ന ഒരാളല്ല. അയാൾക്കും തെറ്റുകൾ പറ്റിയിട്ടുണ്ടെന്നുള്ള കാര്യങ്ങൾ അയാൾ റിയലൈസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ ഈ സിനിമേനകത്താണ് നമ്മൾ കാണുന്നത്. ഫസ്റ്റ് സെക്കൻഡിൽ നമ്മൾ അങ്ങനത്തെ സീനൊന്നും കണ്ടിട്ടില്ല. എന്നെ സംബന്ധിച്ച് ലാലേട്ടൻ ഒരു അപാരമായിട്ട് അഭിനയിച്ച ഒരു സിനിമയെന്ന് വേണമെങ്കിൽ പറയാം. അതിനകത്ത് ഭയങ്കര ഇമോഷൻസ് സീനൊക്കെ ഇട്ട് ഭയങ്കര ആക്ടിങ്ങിന്റെ അങ്ങേറ്റത്ത് പോകുന്ന സീനൊന്നുമല്ല. പക്ഷെ നമ്മൾ എപ്പോഴും ഓർക്കേണ്ടത് ഇതൊരു കണ്ടിന്യൂസ് ആയിട്ട് വന്നിട്ടുള്ള സിനിമയാണ്. അതായത് ഫസ്റ്റ് ഉണ്ട്, സെക്കൻഡ് ഉണ്ട്, തേർഡ് ഉണ്ട്. ഫസ്റ്റ് ഇറങ്ങിയിട്ട് ഏകദേശം 13 കൊല്ലായി. ആ ഒരു കണ്ട ലാലേട്ടന്റെ മാനറിസംസ് ഉണ്ട്. അയാളുടെ കുറെ ചേഷ്ടകളുണ്ട്. സംസാര ശൈലിയുണ്ട്. ഇതെല്ലാം സെക്കൻഡില് ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് പക്ഷെ എനിക്ക് ഡിസ്റ്റന്റ് കണക്കെ ഉണ്ടായിരുന്നെങ്കിലും കുറച്ച് ഒരു അത്ര എനിക്ക് വർക്കാവാത്ത സിനിമയായിരുന്നു. പക്ഷെ തേർഡ് എത്തിയപ്പോ ഈ ജോർജ് കുട്ടി എന്ന് പറഞ്ഞ മനുഷ്യൻ ലാലേട്ടൻ വേറൊരു ക്യാരക്ടറും ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ ലാലേട്ടൻ ലാലേട്ടനായിട്ട് പോലും ജീവിച്ചിട്ടില്ല എന്ന് ഞാൻ ചിന്തിച്ചു പോയി. കാരണം
ജോർജ് കുട്ടിക്ക് ഒരു മീറ്റർ പോലും കൂടുകയോ കുറയോ ഒന്നും ചെയ്യാതെ കറക്റ്റ് രീതിയിനകത്ത് ജോർജ് കുട്ടി. അവര് ഇതിനു മുൻപ്, അതായത് ഈ ഷൂട്ട് നടക്കുന്നതിന് മുന്നേ അവിടെ ജീവിച്ചിരുന്ന ഒരാൾക്കാര് ഈ ഷൂട്ടായപ്പോ അവരുടെ വീട്ടിലോട്ട് കൊണ്ട് ക്യാമറ വെച്ചിട്ട് അഭിനയിക്കുക എന്ന് പറഞ്ഞ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതിനകത്ത് ഓരോ ക്യാരക്ടർ, ഇപ്പൊ എസ്തർ ആണെങ്കിലും ശരി, അൻസിബ ആണെങ്കിലും ശരി, മീന ആണെങ്കിലും ശരി, ആഹ് വീണ്ടും പറയാണ്, ഇതിനകത്ത് ഒരുപാട് അഭിനയ മുഹൂർത്തങ്ങളില്ല. ആ ക്യാരക്ടറിനെ പിടിച്ച് ചെയ്യാന്ന് വെച്ചാൽ ചെറിയ കാര്യമല്ല. അത് നല്ല വൃത്തിക്ക് ഇവരെല്ലാവരും ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് ഞാൻ പറഞ്ഞ പോലെ തന്നെ സ്ലോ ബേസ് മൂവി ആയിരുന്നു. ആഹ് വളരെ സ്ലോയിലാണ് പോകുന്നത്. പക്ഷേ ഫസ്റ്റ് ഹാഫ് ആണ് ഇതിന്റെ അടിത്തറ. അതിനുശേഷം സെക്കൻഡ് ഹാഫിലോട്ട് കയറുമ്പോഴും പെട്ടെന്ന് മൂവ് ആവുകയല്ല ചെയ്യുക. പതിയെ പതിയെ ഗിയർ മാറ്റി അവസാനത്തെ ആഹ് ഒരു ഹാഫ് അവറാണ് ഈ സിനിമ ടോപ്പ് ഗിയറിലോട്ട് പോകുന്നത്. പക്ഷെ അവിടെ വരെ നമ്മളിങ്ങനെ എന്തായിരിക്കും വാട്ട്സ് നെക്സ്റ്റ് എന്നുള്ളൊരു സാധനം നമ്മുടെ ഉള്ളിലോട്ട് ഉണ്ടാക്കി ഇടാനായിട്ട് ജിത്തു ജോസഫിന് പറ്റും. ഇതിനകത്ത് പല ആൾക്കാരും നെഗറ്റീവ് കമന്റ്സ് പറയുന്നത് ഞാൻ കേട്ടു. പക്ഷെ എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ നിങ്ങളോടായിട്ട് ഷെയർ ചെയ്യാണ്. ഈ മാസ് മസാല വേണമെങ്കിൽ ജിത്തു ജോസഫിന് ഉണ്ടാക്കാമായിരുന്നു. അതായത് ഫസ്റ്റ് ഹാഫിന്റെ പകുതിക്ക് മുന്നായിട്ട് തന്നെ ആഹ് ഓരോരോ കാര്യങ്ങൾ കൊണ്ടിട്ട് ജോർജ് കുട്ടീനെ ഭയങ്കര വലിയൊരാളൊക്കെ ആയിട്ട് വേണമെങ്കിൽ ചിത്രീകരിച്ച് കയ്യടി മേടിക്കാമായിരുന്നു. കാരണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു മാസ് ആയിട്ടുള്ള ജനമുണ്ട് ഇത് കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ അതിലൊന്നും മുതിരാതെ ഒരു ഹെവി റിസ്ക് എടുത്തേക്കുന്നത്. അയാളുടെ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട്, അയാൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്ത് അത് കറക്റ്റ് അളവിനകത്ത് ഒരു രീതിയിലും മാസ് എലമെന്റ്സ് ചേർക്കാണ്ട് നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഈ സിനിമ ചെയ്തതെങ്കിൽ ആഹ് ഉറപ്പായിട്ടും അത് റിസ്ക് തന്നെ ആയിരുന്നു. പിന്നെ മ്യൂസിക് അതും നൈസായിരുന്നു. പഴയതിന്റെ തന്നെ ഡിറ്റോ ആയിട്ട് തന്നെ പോണ ഒരു കാര്യമാണ്. ആഹ് പിന്നെ എനിക്ക് ആകെ ഒരു പ്രശ്നമായിട്ട് തോന്നിയത് മീനയുടെ പല സമയത്തുള്ള ഡബ്ബിങ്ങിനകത്ത് എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫിലൊക്കെ എനിക്ക് ചെറിയൊരു ഒരു ഇത് ഫീൽ ചെയ്തിട്ടുണ്ട്. ഒരു മിസ്മാച്ച് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ 1, 2 സ്ഥലത്ത് ഈ പറയുന്ന പോലെ തന്നെ ഇവര് സംസാരിക്കുന്ന ഒരു സീക്വൻസിനകത്ത് ആഹ് പെട്ടെന്ന് രാത്രിയായി പോകും. നെക്സ്റ്റ് സംസാരിക്കുന്ന വേർഡിനകത്ത് പിന്നെ കാണിക്കുന്ന ബാക്കിനകത്ത് ഇരുട്ടാണ്. അതെന്തിനായിരുന്നുന്ന് എനിക്ക് മനസ്സിലായില്ല. ഇത് രണ്ടും ഒഴിച്ചാൽ എനിക്ക് ഈ സിനിമ ഫുൾ വർത്തായിരുന്നു. നിങ്ങൾക്ക് ഉറപ്പായിട്ടും തിയേറ്ററിൽ പോയി ഇരുന്ന് കാണാം. ഒരിക്കലും ഇത് നിങ്ങൾ ഫസ്റ്റും സെക്കൻഡും കണ്ടിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങളിത് മിസ് ചെയ്ത്, ഇത് OTTയിൽ കാണേണ്ട സിനിമയൊന്നുമല്ല. ലാലേട്ടന്റെ ആ ഒരു എക്സ്പ്രഷൻസ്, കണ്ണിന്റെ അയാൾ അനുഭവിക്കുന്ന പെയിൻ നമ്മുടെ ഉള്ളിലോട്ട് എത്തിക്കുന്നുണ്ടെങ്കിൽ അത് ആ ബിഗ് സ്ക്രീനിൽ തന്നെ കാണണം. ആ കണ്ണ് നനയുമ്പോൾ നമ്മുടെ ഉള്ളിലും ഒന്ന് പെടയും. അത് നമുക്ക് ഒരിക്കലും നമ്മുടെ ഒരു ടിവി സ്ക്രീനിനകത്തോ അല്ലെങ്കിൽ മൊബൈലിന്റെ ഒരു ചെറിയ സ്ക്രീനിനകത്തോ കാണേണ്ടതല്ല. അതൊരു ബിഗ് സ്ക്രീനിൽ തന്നെ കാണേണ്ടതാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.